ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അതിന് മുമ്പ് ആദ്യമേ പറയട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചെമ്മന്തിപ്പൂവിൽ സച്ചി രേവതിയുടെ റോൾ എടുത്തേക്കാണ്. രാവിലെ അടുക്കളയിൽ കയറി പുട്ടുണ്ടാക്കി ചായ വെച്ചു. അത് കഴിഞ്ഞ് ചായയും കൊണ്ട് അച്ഛ വിളിച്ച് തലയിൽ കുളി കഴിഞ്ഞ് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് വരുന്ന പോലെ തലക്കെട്ടൊക്കെ കെട്ടി വരണ പോലെ വന്നിട്ട് ചായ കൊടുക്കണം. അപ്പോൾ ചന്ദ്ര അതെന്ത് കോലാടത്, അയ്യേ, തമ്പുരാട്ടി നീട്ടുണ്ടാവില്ലേ, അപ്പോൾ തമ്പുരാട്ടിയുടെ റോളൊക്കെ നീ എടുക്കാവൂലേ, തമ്പുരാട്ടിയുടെ ജോലിയൊക്കെ നീ ചെയ്യാവൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിന് ചീത്ത പറയണം. ചീത്ത പറയുമ്പോൾ സച്ചി പറയണം, എന്താ ഞാൻ എടുത്താലും അവൾക്ക് വയ്യ, അവൾക്ക് നീക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എഴുന്നേറ്റു പണിയോട് ചെയ്തു. അതിനിപ്പോൾ എൻ്റെ അപ്പയ്ക്ക് രേവതി ഒരു രേവതി കൊണ്ട് ചോദിക്കും, സച്ചേട്ടനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ, എന്നെ ചീത്ത കേൾപ്പിച്ചാലേ സച്ചേട്ട അടങ്ങുള്ളൂ, എനിക്ക് വയ്യാന്ന് ഞാൻ സച്ചേട്ടനോട് പറഞ്ഞോ ഇല്ലല്ലോ എന്ന് ചോദിക്കാണ് സച്ചി. അതിനെന്താ രേവതി, ഞാനെല്ലാം ഉണ്ടാക്കി പറഞ്ഞ് ചായ കൊടുക്കും. രവീന്ദ്രനും ചന്ദ്രയ്ക്കും ചായ കൊടുക്കും. രവീന്ദ്രൻ ചായ കുടിച്ചിട്ട് പറയാം, അല്ല അടിപൊളി ചായ സച്ചി പറയും. ചന്ദ്ര, ഇത് ചായയാണോടോ, കാടിവെള്ളം എന്നൊക്കെ പറയും. വേണമെങ്കിൽ കുടിച്ചാൽ മതി, വേണമെങ്കിൽ ഒഴിച്ച് കളഞ്ഞോ എന്ന് പറയും. രേവതി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ഇനി നീ പോയി കിടന്നാൽ പറയും. പിന്നെ തമ്പുരാട്ടി ഉറങ്ങാൻ പോവാണ്, പോയി അടുക്കളയിൽ ഇപ്പോൾ പണികൾ നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ ചീത്ത പറയാണ്. അപ്പോൾ രേവതി പറയും, എന്തിനാ സച്ചേട്ടൻ എന്നെ ഇത് കേൾപ്പിക്കാൻ നിൽക്കണത്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, സച്ചേട്ടനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോണു. സച്ചി അകത്തേക്ക് പോയതിൻ്റെ പിന്നാലെ ചന്ദ്ര ചായ കുടിച്ചിട്ട് അടിപൊളി ചായ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ട് ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറയും, മോളെ സച്ചിക്ക് നല്ല സ്നേഹമുള്ള നിന്നോട്, ദിവസം ചെല്ലുന്തോറും നിന്നോടുള്ള സ്നേഹം കൂടിക്കൂടി വരും, അത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി പറയും, സത്യം അച്ഛാ, ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുക, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, സച്ചിയേട്ടന് ഭയങ്കര സ്നേഹം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കില്ലാന്നേ. അപ്പോൾ രേവതി മുറ്റടിക്കുമ്പോൾ സച്ചി ഓടി വന്നിട്ട്, നീ പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ മുറ്റടിച്ചോളാം പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തുനിന്ന് ചൂല് മേടിച്ചിട്ട് സച്ചി മുറ്റടിക്കണത് രവീന്ദ്രൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് രവീന്ദ്രൻ പറഞ്ഞത് രേവതിയോട്, മോളെ സച്ചിക്ക് ദിവസം ചെല്ലുതോറും നിന്നുള്ള സ്നേഹം കൂടിക്കൂടി, ഇത് കാണുമ്പോൾ അച്ഛൻ്റെ കണ്ണും മനസ്സും അറിയാമെന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞത്. ഇനി അപ്പോൾ ചോദിക്കുക, എന്താ കാരണം മോളോട് ഇത്രയും സ്നേഹം, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോൾ രേവതി പറയും, ശരി അച്ഛാ, ഈ ഒരു അടുത്തിടെയായിട്ട് സച്ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്താ കാരണം എന്ന് എനിക്കും അറിയില്ല, ശരി മോള് തന്നെ കണ്ടുപിടിക്കുക, എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട്, കോർപ്പറേഷൻകാരൊന്നും കാണാഞ്ഞത് നന്നായി, കോർപ്പറേഷൻകാർ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭർത്താവിനുള്ള അവാർഡ് സച്ചിക്ക് കിട്ടിയതിനെ പറയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താ ഇപ്പോൾ സച്ചേട്ടന് പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിക്കണം. രവീന്ദ്രൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ വന്നോ ചോദിക്കണം. അപ്പോൾ അശോകൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നത്, എന്താ അശോകൻ്റെ കൂടെ ആരാ ചോദിക്കുമ്പോൾ പറയും, അതൊക്കെ ഞാൻ പറയാൻ വേണ്ടി രവീന്ദ്രൻ അവരെയും കൂട്ടി മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോയിട്ട് ടെറസിൽ പോയിട്ട് പുതിയ റൂം സച്ചിക്ക് രേവതിക്കും കൂടി റൂം പണിയാനുള്ള പ്ലാനിലാണ്. അങ്ങനെ മോളിൽ പോയിട്ട് റൂമിൻ്റെ സൈസ് 12 സൈസിലുള്ള റൂം മതി, ഒരു റൂം മതി. അപ്പോൾ അശോകൻ പറയണു, രവീന്ദ്ര ഒരു കാര്യം ചെയ്യടാ, നീ ഒരു ഹാളും കൂടി കൂട്ടിയെടുത്ത് പറയുമ്പോൾ നിനക്ക് എൻ്റെ അവസ്ഥ അറിയില്ലേ, ഹാളൊന്നും വേണ്ട, റൂം മാത്രം മതി എന്ന് പറയണം. അങ്ങനെ റൂമിനുള്ള ഇതൊക്കെ നോക്കി എസ്റ്റിമേറ്റ് എത്ര രൂപയാവും എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയും, കോൺട്രാക്ടർ പറയും, ഏകദേശം 7 ലക്ഷം രൂപയാവും, എസ്റ്റിമേറ്റൊക്കെ ഞാൻ തരാമെന്ന് പറയണം. അങ്ങനെ അവർ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും എല്ലാവരും ഹോളിലുണ്ട്. ശ്രുതി, രേവതി, സച്ചി, ശ്രീകാന്ത്, വർഷ, ചന്ദ്ര എല്ലാവരും ഹോളിൽ കാത്തിക്കാണ്. ഇത് ചോദിക്കണം, എന്തിനാണ് അച്ഛൻ മുകളിലേക്ക് കൂട്ടിയിട്ട് പോയത്, ചിലപ്പോൾ റൂം എടുക്കാനാവും എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് താഴത്ത് വന്നിട്ട് രവീന്ദ്രൻ താഴത്ത് വരും. അപ്പോൾ ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടർ പോകണം. അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കും, അച്ഛൻ റൂം എടുക്കാൻ തന്നെ തീരുമാനിച്ചു വയ്ക്കപ്പോൾ എത്ര കാലം എന്ന് വെച്ചാൽ നിങ്ങളതിനെ ഹാളിലും ടെറസിലൊക്കെ ആയിട്ട് കിടത്തുക. അപ്പോൾ രേവതിയുടെ വേണ്ട അച്ഛാ, ഇപ്പോഴത്തെ അവസ്ഥയിൽ റൂമൊന്നും വേണ്ട. സച്ചി പറയും, വെറുതെ എന്തിനാ അച്ഛൻ ആവശ്യമില്ലാതെ കുറേ കാശ് കടാക്കണത്, റൂമൊന്നും എടുക്കണ്ട, ഞങ്ങൾ ഹോളിലും ടെറസിലായിട്ട് കിടന്നോളാം പറയുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾക്കും വേണ്ട ഒരു റൂം എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്ര പറയണേ, ഇനിയും എവിടുന്ന് പൈസ ഉണ്ടാക്കാനാണ് റൂം എടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങളൊക്കെ പൈസ തരണില്ലേ, അതൊക്കെ കൂട്ടി വെച്ചിട്ട് അപ്പോൾ വീട്ടു ചിലവിന് വേണ്ട, വീട്ടു ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി തുക നമുക്കൊരു ചെറിയ ലോൺ എടുക്കാം, ലോണിലേക്ക് വീട്ടാലോ എന്ന് പറയണേ. ഇനി എവിടുന്ന് ലോൺ എടുക്കാനാ, ആധാരം പണയം, അപ്പോൾ ആധാരമല്ലേ പണയം വെച്ചേക്കണേ, അല്ല അതിൽ കൂടെ കുറച്ച് പൈസ കൂട്ടിയെടുക്കാമല്ലോ, നടക്കില്ല, ഇവൾക്ക് പിന്നെ റൂം പണിയാനേ, എൻ്റെ അച്ഛൻ പണിത് വീട്, അതേ വീടിൻ്റെ ആധാരം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് ചന്ദ്ര അട്ടഹസിക്കുകയാണ്. ഇവർക്ക് എന്തിനാ റൂം പണിയാൻ, ഇവർക്കൊരു കാര്യം ചെയ്യും, ഒരു ഓലഷെഡ് കയറ്റി കൊടുത്തു, ഇവള് വലിയ ബംഗ്ലാവിൽ നിന്ന് വന്നോളന്നല്ലല്ലോ, ഇവളൊരു ചെറ്റപ്പെരയിൽ നിന്ന് വന്നല്ലേ, ഇവൾക്കൊരു ഓലഷെഡ് ആയാലും മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ചാടി എന്നിട്ട് സച്ചി ചാടി എന്നിട്ട് അമ്മയെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള ലൈസൻസ് വേണ്ട, നിങ്ങളുടെ നാവ് ഒതുക്കിക്കോന്ന് പറയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ വിചാരിച്ചോളൂ, എന്താ അത് എൻ്റെ തലയിലേക്ക് നീങ്ങാത്തതെന്ന്.
എൻ്റെ തലയിലേക്ക് നീങ്ങാത്തതെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. കറങ്ങി തിരിഞ്ഞത് എൻ്റെ അടുത്തേക്ക് വരാഞ്ഞത് എന്താണെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാം, എന്ത് പറഞ്ഞാലും ശരി ചന്ദ്രൻ, നീ നിൻ്റെ പായ അടച്ചു വെച്ചോ, നിൻ്റെ സ്വഭാവം നീ നന്നാക്കണം. നിൻ്റെ ഈ മറ്റുള്ളവരെ രണ്ടിച്ച് കാണുന്ന സ്വഭാവം ഒട്ടും നന്നല്ല ചന്ദ്രൻ. നീ എത്ര ഇതായാലും പഠിക്കാം, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാലേ പഠിക്കുള്ളൂ. നീ വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. അവർക്ക് ഓല ഷെഡ് മേടിക്കണം, റൂം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ചന്ദ്രയോടും. അപ്പോൾ ചന്ദ്രമതി മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴും ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമാണ് രേവതിക്ക് വേണ്ടി റൂം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രേവതി പറഞ്ഞു, വേണ്ട അച്ഛാ, റൂമൊന്നും വേണ്ട, എന്തിനാ വെറുതെ, ഞങ്ങൾക്കൊരു പരാതിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷ പറയും, വർഷയും ശ്രീകാന്തും പറയും, പറ്റില്ല, നിങ്ങൾക്ക് റൂം വേണ്ട, എത്ര കാലം എന്ന് വെച്ചാൽ നിങ്ങൾ ഹോളിലും ടെറസിലൊക്കെ ആയിട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും രേവതിനെയും സച്ചിനെയും സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ രേവതിക്ക് സച്ചിക്കും വേണ്ടി റൂം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് രവീന്ദ്രൻ. അത് ദഹിക്കാതെ ശ്രുതിയും ചന്ദ്രമതി ഒരു വശത്ത്, അവരെ അനുകൂലിച്ചിട്ട് ശ്രീകാന്തും വർഷയും ഒരു വശത്ത്. അങ്ങനെ ചന്ദ്രോദയത്തിൽ വീണ്ടും പോകുകയാണ്. അവർക്ക് റൂം എടുക്കുക എന്നുള്ള തയ്യാറെടുപ്പിൽ ചന്ദ്രോദയത്തിൽ വീണ്ടും ദേഷ്യം വരികയാണ്, ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. അങ്ങനത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്